ആൻറ്റിബോഡികളോ പ്രതിരോധശേഷിയുള്ള ഓർമ്മകോശങ്ങളോ ഇല്ലാതെ തന്നെ ഉപകാരികളായ ബാക്ടീരിയകളെയും ഉപദ്രവകാരികളായ അണുക്കളെയും തിരിച്ചറിയാൻ സി അനിമോൺ എന്ന കടൽ ജീവിക്ക് സാധിക്കുമെന്ന് പുതിയ പഠന റിപ്പോർട്ട്. ജർമ്മനിയിലെ ഡ്യൂസൻഡോർഫിലുള്ള ഹെൻറിച്ച് ഹൈൻ സർവകലാശാലയിലെയും കീൻ സർവകലാശാലയിലെയും ശാസ്ത്രജ്ഞരാണ് ജീവശാസ്ത്ര ലോകത്ത് വൻ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന ഈ കണ്ടെത്തലിന് പിന്നിൽ. തങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ബാക്ടീരിയകളെ സംരക്ഷിക്കുകയും അല്ലാത്തവയെ വിഴുങ്ങി നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക കോശഘടനകൾ ഇവയ്ക്കുണ്ടെന്നാണ് കണ്ടെത്തൽ. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന സയൻസ് മാഗസിനിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. ജീവികളിൽ ഇത്തരം തിരിച്ചറിയൽ ശേഷിയും പ്രതിരോധ സംവിധാനങ്ങളും ശാസ്ത്രജ്ഞർ മുമ്പ് കരുതിയതിനേക്കാൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പരിണമിച്ച് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതാണ് പുതിയ പഠനം. സ്കാർലറ്റ് സി അനിമോണിലെ നെമറ്റോസോംസ് എന്ന കോശ സമുച്ചയങ്ങളാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. വിഴുങ്ങുന്ന ബാക്ടീരിയകളെ ദഹിപ്പിക്കുന്ന പ്രക്രിയയ്ക്കായി ഇവ പ്രത്യേകം ജനിതക ഘടനയാണ് ഉപയോഗിക്കുന്നത്. ജീനുകളിൽ മാറ്റം വരുത്തി നടത്തിയ പരീക്ഷണങ്ങളിൽ സി ജൂൺ എന്ന ജീനാണ് ഇതിനെ സഹായിക്കുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തി. അമ്മയാകുന്ന സി അനിമോൺ മുട്ടയിടുമ്പോൾ തങ്ങളുടെ ശരീരത്തിലുള്ള ഈ സംരക്ഷണ കോശങ്ങളെ മുട്ടയ്ക്ക് ചുറ്റുമുള്ള മ്യൂക്കസിലേക്ക് നേരിട്ട് കൈമാറുന്നുണ്ടെന്നും ഇത് വളരുന്ന ഭ്രൂണങ്ങളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ടെന്നും ഗവേഷകർ നിരീക്ഷിച്ചു. ഹെൻറിച്ച് ഹൈൻ സർവകലാശാലയിലെ ഡോക്ടർ നിത കായ, പ്രൊഫസർ ഡോക്ടർ സെബാസ്റ്റ്യൻ ഫ്രോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഠനങ്ങൾ നടന്നത്. 5 കോടിയോളം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലുണ്ടായ ജീവവർഗങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വൺപ്ലസ് അമേരിക്കൻ, യൂറോപ്യൻ വിപണികളിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നെന്ന് റിപ്പോർട്ട്. മാതൃ കമ്പനിയായ ഓപ്പോയിൽ നടപ്പിലാക്കുന്ന ഘടനാപരമായ പുനഃസംഘടനയുടെ ഭാഗമായാണ് വിപണിയിൽ നിന്നുള്ള ഈ മാറ്റം. 2027ഓടെ ഇന്ത്യയിൽ നിന്നും ബ്രാൻഡ് ഘട്ടം ഘട്ടമായി വിടവാങ്ങിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും നിലവിൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് വൺപ്ലസ് ഔദ്യോഗികമായി പ്രതികരിച്ചു. എങ്കിലും വരാനിരിക്കുന്ന വൺപ്ലസ് 16 സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ സാധ്യതയില്ലെന്ന് ടിപ്സ്റ്റർ ദേബേൻ റോയ് വെളിപ്പെടുത്തുന്നു. ഈ ഫോൺ ചൈനീസ് വിപണിയിൽ മാത്രമായി പരിമിതപ്പെടുത്താനാണ് സാധ്യത. ഇന്ത്യയിലെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ വിഭാഗത്തിൽ നിന്ന് വൺപ്ലസ് പതുക്കെ പിന്മാറുമെന്നും പകരം ഓപ്പോയെ കമ്പനിയുടെ പ്രധാന ഫ്ലാഗ്ഷിപ്പ് ബ്രാൻഡാക്കി ഉയർത്താനുമാണ് നീക്കം. ഇതിന്റെ ഭാഗമായി വൺപ്ലസ് ഓക്സിജൻ OSഉം റിയൽമി UIയും ഒഴിവാക്കി കമ്പനികൾ പൂർണ്ണമായും ഓപ്പോയുടെ കളർ OSലേക്ക് മാറും. വൺപ്ലസ് ഇനി വൺപ്ലസ് N6, നോഡ് CE6 ലൈറ്റ്, വൺപ്ലസ് N6X തുടങ്ങിയ ബജറ്റ് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ നിരയിലാകും പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് വിപണി പിടിച്ചെടുക്കാൻ ഓപ്പോ തയ്യാറെടുക്കുകയാണ്. ഏറ്റവും പുതിയ ഓപ്പോ ഫൈൻ X10 Pro Max, ഫൈൻ X10, ഫൈൻ X10 Pro എന്നീ പ്രീമിയം മോഡലുകൾ വിപണിയിൽ എത്തിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. 2K ഫ്ലാറ്റ് LTPO OLED ഡിസ്പ്ലേ, 3 200 MB പ്രൊഫഷണൽ ക്യാമറകൾ, മീഡിയടെക് ഡയമൻസിറ്റി 9600 Pro ചിപ്സെറ്റ്, 8000 മുതൽ 9000 mAh വരെയുള്ള വലിയ ബാറ്ററി, IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് തുടങ്ങിയ മികച്ച സവിശേഷതകളോടെയായിരിക്കും ഫൈൻ X10 Pro Max എത്തുക.